നിരപരാധിയെ മാലമോഷണ കേസിൽ പോലീസ് അകത്തിട്ടതിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ ഹൈക്കോടതി വിധി. കണ്ണൂർ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെ SI ബിജു, ASI യോഗേഷും ഉണ്ണികൃഷ്ണനുമാണ് 14 ലക്ഷം രൂപ കൊടുക്കേണ്ടത്. ഖത്തറിലെ ജോലിയുള്ള VK താജുദ്ദീൻ എന്ന കതിരൂർ സ്വദേശി ലീവിന് നാട്ടിൽ വന്നു. 3 പെൺകുട്ടികളും ഭാര്യയുമാണ് അദ്ദേഹത്തിനുള്ളത്. മകളുടെ വിവാഹ ആവശ്യത്തിനാണ് വന്നത്. 15 ദിവസത്തെ ലീവിലാണ് ഖത്തറിൽ നിന്ന് എത്തിയത്. വിവാഹ ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹം കുടുംബവും സുഹൃത്തുക്കളും കാറിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് വാഹനം അവിടെ ചെളി പൂണ്ടു. അങ്ങനെ അതൊന്ന് തള്ളി കരയ്ക്ക് കയറ്റാനുള്ള സഹായിക്കാൻ ഈ കാറുകാരെ കൈ കാണിച്ചു അവർ നിർത്തി. താജുദ്ദീൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പോയി കാറിൽ അവര് ഇറങ്ങി ജീപ്പിനടുത്ത് വന്ന് പോലീസിന്റെ ഒപ്പം ജീപ്പ് തള്ളി. എന്നിട്ട് കയറാതെ വന്നു. അന്നേരം പോലീസ് ഡ്രൈവർ സീറ്റിലിരുന്ന താജുദ്ദീനെ അടുത്ത് പറഞ്ഞു താനൂടെ ഇറങ്ങി വരാൻ. ഇയാൾ ഇറങ്ങി വന്നില്ല, തനിക്ക് നടുവേദനയാണെന്ന് പറഞ്ഞിരുന്നു. പോലീസിന് ഒരു ധിക്കാരം പോലെ തോന്നി. അവിടുത്തെ SIയും പാർട്ടികളും ഇയാളെ വാഹനത്തിൽ നിന്ന് പിടിച്ച് വലിച്ച് താഴെയിട്ട് അതിനുശേഷം അവൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ കള്ളക്കേസിൽ കുരുക്കിക്കളയും ഞങ്ങൾ, മര്യാദയ്ക്ക് നീ വണ്ടി തള്ളാത്തത് എന്ത്. അങ്ങനെ ആ താജുദ്ദീനുമായിട്ട് അവർ ചില വാക്പോര് ഉണ്ടായി. അടുത്ത ദിവസം താജുദ്ദീനെ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെ SI ബിജുവും അവിടുത്തെ ASI യോഗേഷും ASI ഉണ്ണികൃഷ്ണൻ ചേർന്ന് ഇയാളെ മോഷണ കേസിൽ പിടിച്ചു. ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ഒരാൾ അവര് വീടിന്റെ പിന്നിലിരിക്കുമ്പോൾ അവരുടെ കഴുത്തിൽ കിടന്ന മാല ഒരു സ്കൂട്ടറിൽ ഒരാൾ വന്ന് പൊട്ടിച്ച് ആ സ്കൂട്ടറിൽ കയറിപ്പോയി. ആ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു. ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു. പക്ഷേ ആളെ വ്യക്തമാകുന്നില്ല, വാഹനത്തിൻ്റെ നമ്പരും വ്യക്തമാകുന്നില്ല. ആള് മുഖം മറച്ചിരിക്കുന്നു, വാഹനത്തിൻ്റെ നമ്പരും മറച്ചിരുന്നു. ഏതായാലും പോലീസ് അതിനകത്ത് പരാജയപ്പെട്ടു ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇയാളെ ആ കേസിനകത്ത് പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു. താൻ നിരപരാധിയാണ്, തനിക്ക് ഇതിനകത്ത് പങ്കില്ല, താൻ മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്, 15 ദിവസത്തെ ലീവ് എത്തിയതാണ്. ഖത്തറിൽ നിന്ന് വന്ന ആ അധ്വാനിയായ താജുദ്ദീന് ജയിലിലെ 54 ദിവസം കിടക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് ഇയാളെ വാഹനത്തിൽ കൊണ്ടുപോയി ആ സ്ത്രീയുടെ വീടും പരിസരവും ഇയാളുടെ നാടിൽ ഇയാൾ ജീവിക്കുന്ന സ്ഥലത്തിന് പരിസരത്തുമൊക്കെ അവരുടെ ബന്ധുക്കളിലെ ആരുടെ സ്കൂട്ടർ എടുത്തുകൊണ്ടുമാണ് ഇയാൾ വന്ന് ഈ മോഷണം നടത്തിയത് എന്ന് പ്രചരിപ്പിച്ചപ്പം വലിയ മാനഹാനി ഉണ്ടായി, മാനനഷ്ടം ഉണ്ടായി, നാണക്കേടുണ്ടായി. ഇയാൾ ഖത്തർ ജോലിക്കാരനാണ്. ഏതായാലും 54 ദിവസം സബ് ജയിലിൽ കിടന്നു. ഇതിനെ സംബന്ധിക്കുന്ന പരാതി അവിടുത്തെ ജില്ലാ SPക്കും IG-ക്കും ഒക്കെ കൊടുത്തു. ഒരു നടപടി ഉണ്ടായില്ല. അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, നടപടി ഉണ്ടായില്ല. ഏതായാലും ഹൈക്കോടതിയിൽ ഇദ്ദേഹം പരാതിയുമായിട്ട് പോയി. താൻ നിരപരാധിയാണ്, പോലീസ് വാഹനം മണ്ണിൽ പുതഞ്ഞപ്പം അത് തള്ളി കയറ്റി കൊടുക്കാൻ സഹായിക്കാത്ത വൈരാഗ്യം കൊണ്ടാണ് തന്നെ ഈ കേസിനകത്ത് അവർ പ്രതി ചേർത്തത്. അവർ CCTV ദൃശ്യത്തിൽ ഐഡന്റിഫൈ ചെയ്തില്ല, മനഃപൂർവ്വമാണ്. സ്വർണം റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് സത്യസന്ധമായ ഒരാളെ കൊണ്ട് അന്വേഷിപ്പിക്കണം, തനിക്ക് നഷ്ടപരിഹാരം വേണം. 1 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചു. എന്തായാലും ആ കേസിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം നടത്താൻ ഒരു DYSPയെ ചുമതലപ്പെടുത്തിയ സർക്കാർ DYSP അന്വേഷിച്ച് 8-10 ദിവസത്തിനകം പ്രതിയെ പിടിച്ചു. യഥാർത്ഥ പ്രതി ശരത് വത്സരാജ് എന്ന കള്ളനെ പിടിച്ചു. മാല റിക്കവർ ചെയ്തു, തിരിച്ചറിഞ്ഞു, സ്കൂട്ടർ കിട്ടി. നിരപരാധിയായ താജുദ്ദീന് അദ്ദേഹത്തിന്
മകളുടെ വിവാഹം നടത്താൻ പറ്റിയില്ല, ജോലിക്ക് തടസ്സം വന്നു, ജോലി പോയി. അങ്ങനെ അവര് ജീവിക്കാൻ തന്നെ അവർക്ക് ആ കുടുംബത്തിന് ബുദ്ധിമുട്ടായി. ഭാര്യയും 3 പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളുമാണ്. ഏതായാലും ഹൈക്കോടതിയിലെ 1 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിനാണ് കൊടുത്തത്. ഏതായാലും കോടതി ആ കേസിലെ കള്ളനെ പിടിക്കുകയും ആ ഡിവൈഎസ്പി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം ജസ്റ്റിസ് PM മനോജിന്റെ ബെഞ്ചിലാണ് ഈ പ്രശ്നം വന്നത്. അദ്ദേഹം 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് വിധിയായി. 54 ദിവസം ആണ് ജയിലിൽ കിടന്നത്. ജോലി നഷ്ടപ്പെട്ടു, ഖത്തറിൽ പോകാനും കഴിഞ്ഞില്ല. ആ ഖത്തറിലെ അവിടെ ജോലി നഷ്ടപ്പെട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ അവിടെ ചെന്നപ്പം അവിടെയും കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നാണ് വാർത്ത വരുന്നത്. എന്തായാലും നിരപരാധിയായ ഒരാൾക്കുണ്ടായ നഷ്ടം, പോലീസിന്റെ അന്വേഷണം തെറ്റിയത് മൂലമുണ്ടായ ആ കുടുംബത്തിന് ഉണ്ടായ നാണക്കേട്, മാനഹാനി, അവർക്ക് സാമ്പത്തിക നഷ്ടം എല്ലാം ഹൈക്കോടതി പരിഹരിച്ച് ജസ്റ്റിസ് PM മനോജ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് താജുദ്ദീന് കൊടുക്കാനും താജുദ്ദീന്റെ ഭാര്യയ്ക്കും 3 പെൺകുട്ടികളും 1 ലക്ഷം രൂപയുടെ കൊടുത്ത് 14 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് വിധിയായി. ആ പണം ഉടനെ കൊടുക്കണം, അത് ഗവൺമെന്റ് കൊടുക്കണം. അതിനുശേഷം SI ബിജുവിൽ നിന്നും അതുപോലെ യോഗേഷിൽ നിന്നും ഉണ്ണികൃഷ്ണനിൽ നിന്നും അത് ഈടാക്കണം. പിന്നീട് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഈ പണം കൊടുക്കണം. അതേസമയത്ത് കോടതിയിലെ ജസ്റ്റിസ് PM മനോജ് പറഞ്ഞു, 1 കോടി രൂപയ്ക്ക് നിങ്ങൾ സിവിലായിട്ട് നടപടി തുടരുന്നതിൽ ഹൈക്കോടതിക്ക് തടസ്സമില്ല. അങ്ങനെ നിങ്ങൾക്ക് പോയി സിവിൽ നടപടി തുടങ്ങാം, ആ നഷ്ടപരിഹാരം അങ്ങനെ ഈടാക്കാം എന്നാണ് ഇപ്പോഴെ ഹൈക്കോടതിയുടെ വിധിയും വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ അത് വലിയ വാർത്തയായി. കാരണം 54 ദിവസം നിരപരാധിയായ ഒരാൾ, പോലീസിന് തെറ്റുപറ്റിയതിൽ ഒരാൾ 54 ദിവസം കിടന്ന് ഒരു കുടുംബം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. 14 ലക്ഷം രൂപ ഉടനെ സർക്കാർ കൊടുക്കണം. ആ താജുദ്ദീന് 10ഉം ഭാര്യയ്ക്കും 3 പെൺകുട്ടികളും. നല്ല ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഹൈക്കോടതിയുടെ. കാരണം ഹൈക്കോടതിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു വ്യക്തിയുടെ കുടുംബജീവിതം തകർന്നതും ഒക്കെ മനസ്സിലായി. പക്ഷേ ഹൈക്കോടതിയുടെ പരിധിയിലെ 14 ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഉത്തരവിട്ടത് നല്ലൊരു തീരുമാനം തന്നെയാണ്. അതോടൊപ്പം തന്നെ സിവിലായിട്ട് നടപടി സ്വീകരിക്കാനും ഹൈക്കോടതി താജുദ്ദീൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഒരു പാഠമാകണം. കാരണം ഒരു കേസ് തെളിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പല കേസുകളും തെളിയാതെ കിടക്കുന്നുണ്ടല്ലോ. അത് സംശയം വെച്ച് ആരെയും അറസ്റ്റ് ചെയ്യരുത്. കാരണം ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ആ കേസിനകത്ത് പ്രതിയാക്കാവുള്ളൂ, അയാളെ റിമാൻഡ് ചെയ്യാവുള്ളൂ, അയാളെ ശിക്ഷിപ്പിക്കാവൂ. ഒരു പാഠമായിരിക്കണം പോലീസിന് ഇത്. കാരണം ഇതിനു മുമ്പ് ഹൈക്കോടതി ഒരു സെഷൻസ് കേസിനകത്ത് അതിനകത്ത് പോലീസ് തെറ്റായിട്ട് 7 പേരെ അറസ്റ്റ് ചെയ്യുകയും ഹൈക്കോടതിയിൽ ഞങ്ങൾ നിരപരാധിയാണെന്ന് ഹൈക്കോടതിക്ക് അത് കണ്ടെത്താനും സാധിച്ചു. 3 പേരെ വെറുതെ വിട്ട് ലോവർ കോടതി 4 പേരെ ശിക്ഷിച്ച് ജയിലിൽ കിടന്ന് ലൈഫ് ഇംപ്രിസ്മെന്റിന് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും വിധിയായത് എനിക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഒരിക്കലും ഒരു നിരപരാധി ഒരു കേസിനകത്ത് പെട്ടുപോകരുത്. നിങ്ങൾക്ക് സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തരുത്. ആ കേസ് തെളിഞ്ഞില്ലെങ്കിൽ ധാരാളം കേസുകൾ തെളിയാത്ത പട്ടികയിൽ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണ ബുദ്ധിയില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന.